35 രൂപയ്ക്ക് ചായ ഉൾപ്പെടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടുന്ന ഒരു സ്പോട്ടിലേക്കാണ് ഞാൻ പോകുന്നത്. ചെന്നൈ വന്നേ പിന്നെ ഞാൻ തന്നെ കുക്കൊക്കെ ചെയ്തായിരുന്നു കഴിക്കുന്നത്. പക്ഷെ ഇന്ന് രാവിലെ എണീച്ചപ്പോൾ എനിക്ക് എന്തോ ഒരു തോന്നുന്നു, ഞാനിങ്ങനെ എല്ലാ ദിവസവും വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കി കഴിച്ച് ഈ കടക്കാരൊക്കെ എങ്ങനെ ജീവിക്കും, അവരുടെ കുടുംബം എങ്ങനെ മുന്നോട്ട് പോകുന്നു. വെറും മനുഷ്യ സ്നേഹം കേസ്. അങ്ങനെ ഞാൻ പെട്ടെന്ന് തന്നെ റെഡിയായി നേരെ നമ്മുടെ കടയിലേക്ക് വെച്ച് പിടിച്ചു. അത്യാവശ്യം നല്ല തിക്നെസ് ഉള്ള നല്ല ചൂടായിട്ടുള്ള 2 പൂരിയും 1 കിഴങ്ങറിയും അതിൻ്റെ കൂടെ ഒരു ചട്നി. 25 രൂപയാണ് നമ്മുടെ പൂരി സെറ്റിന്. ചായക്ക് 10 രൂപ ഉള്ളെങ്കിലും ഗ്ലാസിന്റെ വലിപ്പത്തിൽ എനിക്ക് അതൃപ്തിയുണ്ട്. ഈ മൊന്തയിൽ വെള്ളം കൊണ്ടുവച്ചപ്പോൾ ഞാൻ ഓർത്ത് എനിക്ക് കൈ കഴുകാനുള്ള വെള്ളമാണ്. പിന്നെയാണ് ഞാൻ അറിഞ്ഞത് അതെനിക്ക് കുടിക്കാനുള്ള വെള്ളമാണ്. 8 രൂപ മാത്രമാണ് ഗൈസ് ഈ ചൂട് ഇഡലിക്കുള്ളത്. അതിന്റെ കൂടെ നമുക്ക് സാമ്പാറും കിട്ടും. പിന്നെ ഇവിടുത്തെ എന്തോ കാരച്ചട്നി, നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു ചട്നി. എനിക്ക് മാത്രമല്ല ആടിനും ബ്രേക്ക്ഫാസ്റ്റ് ടൈം ആണെന്ന് തോന്നുന്നു. എന്നിട്ട് നേരെ തൊട്ടടുത്തുള്ള ഒരു മല്ലിക സാമാൻ കടയിലേക്ക് പോയി. ഇവിടെ അങ്ങനെയാണ് ഗൈസ് കടയ്ക്ക് പറയുന്നത്. അവിടെ പോയപ്പോൾ ബ്രൊക്കോളി ഇരിക്കുന്നത്. ഗൈസ് എന്റെ നാട്ടിലെ സൂപ്പർ മാർക്കറ്റിൽ പോലും ബ്രൊക്കോളി ഒന്നും ഞാൻ കണ്ടിട്ടില്ല. അത് ഇവിടെ ഒരു 20 രൂപ. ശരിക്കും ബ്രൊക്കോളിക്ക് ഇത്രയും വിലയുള്ളൂ? അത് ഇതിനു മുമ്പ് ബ്രൊക്കോളി വാങ്ങിച്ചിട്ടില്ലാത്തതുകൊണ്ട് എനിക്ക് വില അറിയാഞ്ഞതാണ്. എന്തായാലും ഞാനൊന്നും വാങ്ങിച്ചില്ല. ഞാൻ പഴവും കുറച്ച് നെല്ലിക്കയാണ് വാങ്ങിച്ചത്. നെല്ലിക്ക ഞാൻ എന്തിനാണ് വാങ്ങിക്കുന്നതെന്ന് എന്നെ ഫോളോ ചെയ്യുന്നവർക്ക് അറിയാലോ.